സുജിത്ത് പറഞ്ഞതുപോലെ തന്നെ എല്ലാ മുന്നണികളും അവരുടെ കൊട്ടിക്കലാശത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് നേരത്തെ പോലെ പ്രവർത്തകർ പല സ്ഥലങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രവർത്തകർ നിലമ്പൂർ ടൗണിലേക്ക്, നിലമ്പൂർ അങ്ങാടിയിലേക്ക് വന്നു ചേരുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. ഒരാളൊഴികെ PV അൻവർ മാത്രമാണ് വ്യത്യസ്തമായി ഒരു പ്രചരണം നടത്തുന്നത്, ഒരു കൊട്ടിക്കലാശം നടത്തുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് ഇങ്ങനെ അധികം ആളുകൾ വരുന്നത് ആളുകളുടെ യാത്രാ സൗകര്യത്തെ ബാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ടത് PV അൻവർ ഇതിന് മുമ്പുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ വലിയൊരു റോഡ് ഷോ നടത്തിയതാണ്. 21 കിലോമീറ്ററോളം ദൂരം നിലമ്പൂർ മുതൽ വഴിക്കടവ് വരെ 21 കിലോമീറ്ററോളം 6 മണിക്കൂറോളം നേടുന്ന ഒരു വലിയ റോഡ് ഷോ നടത്തിയതാണ്. ഫലത്തിൽ സാങ്കേതികമായി നേരത്തെ ഒരു കൊട്ടിക്കലാശം PV അൻവറിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇന്ന് PV അൻവർ നടക്കുന്നത് ഒറ്റയ്ക്ക് നടക്കുകയാണ്. അവിടെ കൂടുതൽ ആളുകളെ കാണുകയാണ്, നേരിട്ട് വോട്ട് ചോദിക്കുകയാണ്. പക്ഷേ LDF-ന്റെയും UDF-ന്റെയും NDA-യുടെയും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇപ്പോൾ അവർ നേരത്തെ പോലീസ് നിശ്ചയിച്ച് നൽകിയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക്, കൊട്ടിക്കലാശം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് വന്നു. ആയിരക്കണക്കിന് പ്രവർത്തകർ ഇവിടേക്ക് വരുന്നു. ഓരോ പാർട്ടികളും ഓരോ മുന്നണികളും അവരുടെ കൊടികളും കൊടിതോരണങ്ങളും അലങ്കാരങ്ങളും ആവേശത്തോടുകൂടി മുദ്രാവാക്യങ്ങളുമായി അവരുടെ സ്ഥാനാർത്ഥികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വലിയ വിജയ പ്രതീക്ഷയിൽ ഓരോ സ്ഥാനാർത്ഥികൾക്കും ഓരോ മുന്നണികൾക്കും അവരുടേതായ കാരണങ്ങളുണ്ട്. അവർ പറയുന്ന അവർക്ക് അവരുടേതായ അവകാശവാദങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത് ഒരു രാഷ്ട്രീയ പോരാട്ടമായി എല്ലാവരും ഒരുപോലെ വിലയിരുത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. വരാനിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഇവിടത്തെ ജയം അത് ആ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ഒരു ഊർജ്ജമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ നിർണായകതയായി മാറുന്നത്. ഓരോ രാഷ്ട്രീയ നേതാക്കളെയും സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റേത് തന്നെയാണ്. അദ്ദേഹമാണ് PV അൻവർ UDF-ന്റെ ഭാഗമാകാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ കടുത്ത നിലപാടെടുത്ത് മാറി നിൽക്കാൻ PV അൻവറിന്റെ അതിന്റെ ഭാഗമാകാതെ വന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം VD സതീശന്റെ കടുത്ത നിലപാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ UDF-ന് സ്വാധീനമുള്ള, UDF-ന് കൂടുതൽ പഞ്ചായത്തുകളിൽ ഭരണമുള്ള ഒരു മണ്ഡലത്തിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് പുറകോട്ട് പോകേണ്ടി വന്നാൽ അതിന് ഉത്തരം പറയേണ്ടയാൾ ആദ്യത്തെയാൾ VD സതീശനായിരിക്കും. അതുകൊണ്ട് തന്നെ VD സതീശനെ സംബന്ധിച്ചോളം അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും നിർണായകമായതുമായ ഈ തെരഞ്ഞെടുപ്പാണ്. VD സതീശൻ അദ്ദേഹം നിശ്ചയിച്ചതുപോലെ ഇവിടെ ആര്യാടൻ ഷൗക്കത്തിന് വലിയ ഒരു വിജയമുണ്ടായാൽ പിന്നീട് VD സതീശനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ നിർണായക ശക്തിയായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ലീഗ് PV അൻവറിനെ ഈ മുന്നണിയിലേക്ക് UDF-ലേക്ക് കൊണ്ടുവരാൻ വലിയ ശ്രമങ്ങൾ നടത്തിയതാണ്. PK കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ആണെങ്കിലും അവരെല്ലാം തന്നെ വലിയൊരു ശ്രമം നടത്തിയതാണ്. അതൊന്നും തന്നെ നടക്കാതെ പോയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടായാൽ ആദ്യം അതിന് ചോദ്യം ചോദിക്കുന്ന ഒരു പക്ഷേ മുസ്ലിം ലീഗ് ആയിരിക്കും. LDF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 തവണയും LDF-ന്റെ ഭാഗമായി നിന്ന ഒരു മണ്ഡലമാണ്. അവിടെ PV അൻവറാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി വിജയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ കൂടി പിന്തുണ ഉണ്ടായതുകൊണ്ടാണ് ആ വിജയം എന്നാണ് പറയുന്നത്. പക്ഷേ LDF-ന് തെളിയിക്കേണ്ടതുണ്ട്, CPM-ന്റെ കരുത്ത് തെളിയിക്കേണ്ടതുണ്ട്, LDF-ന്റെ കരുത്ത് തെളിയിക്കേണ്ടതുണ്ട്. ഈ മണ്ഡലത്തിൽ നിർത്താൻ കഴിയാവുന്ന ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനെ തന്നെ, അദ്ദേഹത്തിന്റെ ജന്മനാട് കൂടിയാണ് നിലമ്പൂർ, അവിടെ ശക്തമായ ഒരു മത്സരം നടത്താൻ തന്നെ തയ്യാറായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ M സ്വരാജ് മത്സരിക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും CPM ആഗ്രഹിക്കുന്നില്ല, LDF ആഗ്രഹിക്കുന്നില്ല. എല്ലാ തലങ്ങളിലും CPM-നെ സംബന്ധിച്ചിടത്തോളം LDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ചിട്ടയായ പ്രവർത്തനമുണ്ട്. അതിപ്പോൾ ജയിക്കുന്ന തെരഞ്ഞെടുപ്പാണെങ്കിലും തോൽക്കുന്ന തെരഞ്ഞെടുപ്പിലാണെങ്കിലും അങ്ങനെ ചിട്ടയായ പ്രവർത്തനം നടത്തുന്ന ഒരു മുന്നണിയാണ് LDF, ഒരു പാർട്ടിയാണ് CPM. എല്ലാ പ്രവർത്തനങ്ങളും അവർ നടത്തിയിരുന്നു. ഭവന സന്ദർശനം, പൊതുയോഗങ്ങൾ, കുടുംബയോഗങ്ങൾ, അങ്ങനെ അതിന്റെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം വളരെ ചിട്ടയായി നടത്തിക്കൊണ്ടിരുന്നു, ആവേശപൂർവ്വം നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. NDA സംബന്ധിച്ചിടത്തോളം ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ആദ്യം ഇവിടെ മത്സരിക്കണമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പിന്നീട് ഈ സീറ്റ് BDJS-ന് കൊടുക്കണമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ ആശയക്കുഴപ്പമെല്ലാം മാറ്റി BJP സ്ഥാനാർത്ഥിയായി ഇവിടെ തന്നെ നിർത്തി. അപ്രതീക്ഷിതമായി ഒരു BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപനം വന്നു. അതൊരു സർപ്രൈസ് ആയിരുന്നു. എന്തായാലും BJPയും വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ ഈ മണ്ഡലത്തിൽ നിന്ന് മാത്രം 65,000 വോട്ടിന്റെ ഭൂരിപക്ഷം
UDF-നുണ്ട്. അതിൽ പകുതിയായി കുറഞ്ഞാലും വിജയിക്കാമെന്നുള്ളതാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുമായി ഒരു കാരണവശാലും ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണരുത് എന്ന് LDF-ഉം NDA-യും PV അൻവറും എല്ലാം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. മണ്ഡലത്തിലെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തു പോയ ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പിൽ, സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നേതാക്കൾ നേതൃത്വം കൊടുക്കുന്നതാണ് ഒരു പതിവ്. അവിടെ സംസ്ഥാന വിഷയങ്ങൾ തന്നെയായിരിക്കും കൂടുതൽ പറയുക. സ്വാഭാവികമായും ഇവിടെ സംസ്ഥാന വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാനത്തെ രാഷ്ട്രീയ വിവാദങ്ങൾ ചർച്ചയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മണ്ഡലം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ വന്യജീവി പ്രശ്നം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ, ഇതിനിടയിൽ പ്രചരണത്തിനിടയിൽ ഒരു അപകട മരണം സംഭവിച്ചത്, അതെല്ലാം ഇവിടെ ചർച്ചയായിട്ടുണ്ട്. എന്തായാലും ജനങ്ങളുടെ മനസ്സിലേക്ക് ജനങ്ങൾ എന്താണ് തീരുമാനിച്ചതെന്നറിയാൻ നമുക്ക് കാത്തിരുന്നേ പറ്റൂ. പക്ഷേ ഈ കൊട്ടിക്കലാശം എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരസ്യ പ്രചരണത്തിന്റെ, അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഒരു പരീക്ഷ എഴുതിയാൽ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നത് പോലെയുള്ളതാണ്. ആ എല്ലാ ആത്മവിശ്വാസവും നമുക്ക് ഈ മുന്നണികളിൽ കാണാം, അവരുടെ പ്രവർത്തകരിൽ കാണാം, അവരുടെ നേതാക്കളിൽ കാണാം. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ആത്മവിശ്വാസമാണ്. ഇന്ന് രാവിലെ നമ്മുടെ റിപ്പോർട്ടർമാരോട് പ്രതികരിച്ച M സ്വരാജ് ആകട്ടെ, ആര്യാടൻ ഷൗക്കത്ത് ആകട്ടെ, മോഹൻ ജോർജ് ആകട്ടെ, PV അൻവർ ആകട്ടെ, അവരെല്ലാം വലിയ തോതിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അതിനർത്ഥം അവരുടെ പ്രവർത്തനത്തിൽ അവർ ആത്മവിശ്വാസമുണ്ട്, അവരുടെ പ്രവർത്തനത്തിൽ അവർ സംതൃപ്തരാണ്. അവർ ജനങ്ങളോട് സംവദിച്ചിട്ടുണ്ട്. LDF അവർ നടത്തിയിട്ടുള്ള ഭരണ നേട്ടങ്ങൾ, ഇവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഇതിൽ വിജയിക്കേണ്ടത് LDF വിജയിക്കേണ്ടതിന്റെ ആവശ്യകത, അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീടുകൾ കയറുകയും വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്തു. UDF-നെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് വ്യക്തമാക്കി അവർ നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ, അവർ സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇവിടുത്തെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു, ജനങ്ങളോട് പറയുന്നു. PV അൻവർ ആകട്ടെ, ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുമായി LDF-ഉമായി വളരെ അടുത്ത് നിൽക്കുന്ന, ഒരു ഘട്ടത്തിൽ CPIM-ന്റെ സൈബർ പോരാളി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട PV അൻവർ മുഖ്യമന്ത്രിയായി ഇടയുകയും പിന്നീട് പിരിയുകയും ഒടുവിൽ രാജിവെച്ച് പുറത്തു വരികയും ചെയ്ത PV അൻവർ ഇവിടെ ആദ്യം മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നില്ല. പക്ഷേ UDF-ന്റെ ഭാഗമാകാതെ വന്നതോടെ PV അൻവർ മത്സര രംഗത്തേക്ക് വന്നതോടുകൂടി തന്നെ ഇവിടുത്തെ ചിത്രം മാറുന്നു. LDF-നെയും UDF-നെയും ഒരുപോലെ എതിർത്തുകൊണ്ട് PV അൻവർ നിൽക്കുന്നു. കേരളത്തിൽ LDF-ന്റെയും UDF-ന്റെയും ഭാഗമായി ജയിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വളരെ അപൂർവമാണ്. അങ്ങനെയൊന്ന് നിലമ്പൂരിൽ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.